ഹൈ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയാണ് ഗൈസ്. തിങ്കളാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ തിങ്കളാഴ്ച ഒന്നുമില്ല, സാധാ തിങ്കളാഴ്ച പോലെ തന്നെ ക്ലാസ്സിൽ പോകുന്നു വരുന്നു. അപ്പം ഇന്നാണ് നമുക്ക് മുടി വെട്ടേണ്ടത്. ഇന്ന് മുടി വെട്ടിയില്ലെങ്കിൽ എൻ്റെ മുടി മുറിച്ച് കളയെന്നാണ് പറഞ്ഞേക്കണത്. നമുക്ക് ക്ലാസ്സിൽ നിന്ന് വന്നിട്ട് എന്തായാലും മുടി വെട്ടാം. ഇപ്പോൾ നമ്മുടെ മീനിന് തീറ്റ കൊടുത്തിട്ടില്ല. ഈ പശു ഇൻട്രോ എടുക്കാൻ സമ്മതിക്കില്ല എന്നെ, സാരമില്ല. അപ്പോൾ ഇന്ന് നമുക്ക് മീനിന് ആദ്യം തീറ്റ കൊടുക്കാം. ടാങ്കിന് ലീക്കേണ്ടെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഒരു ഓസ് എപ്പോഴും ഇവിടെ വെച്ചിട്ടുണ്ട്. വെള്ളം തീരുമ്പോൾ വെള്ളം അടിച്ചു കൊടുക്കും. ഏകദേശം ഒരാഴ്ചയൊക്കെ നിൽക്കും കേട്ടോ ഈ വെള്ളം. അതിലേക്ക് കുറച്ച് തീറ്റ അടപ്പിലോട്ട് ഇട്ടിട്ട് ഓക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. സൗമാരൊക്കെ അവിടെ വന്ന് ഇപ്പം ഉണ്ട് കണ്ടോ. ആ ഇടുമ്പത്തേനെ വന്ന് എടുത്തിട്ട് പൊക്കോളും, ഒരു കുഴപ്പമില്ല. കാണാൻ പറ്റണ്ട നിങ്ങൾക്ക്. അപ്പോൾ കൈസ്, ഇതാണ് നമ്മുടെ രാവിലത്തെ വീടിൻ്റെയൊക്കെ വ്യൂ എന്ന് പറയുന്നത്. ചുറ്റും കണ്ട സുന്ദര സുരഭിളമായ ഒരു പ്രഭാതം. കൊള്ളാല്ലേ, കവിത. അതെ, ഇവിടെ പൂവൊക്കെ നല്ല അടിപൊളിയായിട്ട് പുഷ്പിച്ച് നിൽക്കുന്നുണ്ട്. ഗൈസ്, നമ്മുടെ വീടിൻ്റെ ഹോം ടൂറിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് സെറ്റാക്കാം. നിങ്ങൾ പറഞ്ഞാൽ എന്തും ചെയ്യും. ഗൈസ്, നമ്മളത് ക്ലാസ്സിൽ പോകാൻ റെഡി ആയിട്ടുണ്ട്. ഇന്ന് ബസ്സിന് പോകാനായിട്ട് എസ് ടി കാർഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മളിന്ന് പോണത് ബൈക്കിനാണ്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് പ്രസൻറ്റേഷൻ ഉണ്ട് ബുധനാഴ്ചയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത്. അത് ഞാൻ ചെയ്ത് തീർന്നിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ ചിലപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ടും കുറച്ച് നേരം അവിടെ ഇരിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ വീട്ടിലോട്ട് വരാണ്ട് കുറച്ച് ലേറ്റ് ആവും. നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇന്നും അതൊരു ബുധനാഴ്ച വരെ ഞാൻ ബൈക്കിലായിരിക്കും പോണത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബസ്സിൽ പോകാം. ബസ്സിൽ പോകണം ലാഭം. അതാണ് എസ് ടി കാർഡൊക്കെ നിർബന്ധിച്ച് അവിടെ നിന്ന് മേടിപ്പിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെ ക്യാമറയുടെ പ്രൊട്ടക്ഷൻ മേടിക്കണം. അത് നമുക്ക് എറണാകുളത്ത് ഇറക്കി വെക്കാം. അരൂർ ഒരു കടയുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് നോക്കാം. നല്ല എവിടെ നിന്ന് കിട്ടണം അവിടെ നമുക്ക് മേടിക്കാം. ഗൈസ്, നമ്മളിതേ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ ഷോർട്സൊക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡാക്കി. ലോങ് വീഡിയോ 5 മണിക്ക് അപ്ലോഡാക്കണം. അങ്ങനെ ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോഴാണ് അവിടെ ഒരു സാധനം ഇരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ സാധനം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഗ്ലൂബിക്ക എന്ന് പറയും. ഗ്ലൂബിക്ക നമ്മുടെ ഇവിടെ ഗ്ലൂബിക്ക എന്ന് പറയും. നിങ്ങളവിടെ എന്താ പറയുന്നത് അറിയാമല്ല. ചിലയിടത്ത് ലൗലോലിക്ക എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഉണ്ടല്ലോ എനിക്ക് ജസ്റ്റ് ഒന്ന് കഴിച്ചൊക്കെ വന്നിട്ട് നമുക്ക് വെറുതെ കഴിക്കാൻ പറ്റുള്ളൂ. കുറച്ച് ഉപ്പും മുളകും കൂട്ടി നമുക്കൊരു പിടി പിടിക്കാം. ഗൈസ്, ഞാനതേ കുറച്ച് ഉപ്പും മുളകും വെളിച്ചെണ്ണ കൂടി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഗ്ലൂബിക്ക അതായിട്ട് ഇരിപ്പുണ്ട്. ഇതിനകത്തുനിന്ന് നല്ലത് നോക്കി എടുക്കാം. എന്നിട്ടുണ്ടല്ലോ, എന്നിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടി എടുത്തേക്കാം. ചുമ്മാ കിടക്കുമല്ലേ, പുകയാണ്. ഇന്ന് ഗ്ലൂബിക്ക കഴിച്ച് ഞാൻ പുകയും ഇടിച്ചിടിച്ചിടിച്ച് അയ്യോ ഇടിഞ്ഞോടെ പതിഞ്ഞു പോയെ. ഇത് നോക്കി, ഇൻ്റർലോക്ക് ടൈല് പോലെ ഇപ്പം ഇടിഞ്ഞില്ലേ. ഓ, വെള്ളം തിരക്കുന്നുണ്ട്. എന്താണോ ഇട്ടത് കൂടിപ്പോയെന്ന് തോന്നുന്നു കേട്ടോ. ഇളക്കെടുത്തിട്ട് ഒന്ന് പിടിക്കാം. ആ ചാറൊക്കെ തെറിക്കണം. തൽക്കാലം നമുക്ക് ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പോയി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഇതേ ഉറഞ്ഞെടുത്തിട്ടുണ്ട്, കഴിച്ചു നോക്കാം. സൂപ്പർ സാധനം. ഉറങ്ങ എടുക്കട്ടെ. അടിപൊളി, നല്ല പുളിയുണ്ട്. അമ്മ ഒന്ന് പിടിച്ചാ എന്നിട്ടുണ്ടല്ലേ കഴിച്ചു നോക്കി. അയക്കി ഓ, എന്താ എക്സ്പ്രഷൻ. എങ്ങനെയുണ്ട് അമ്മ? പുളിയുണ്ടാ? പുളി. ആഹാ ഗൈസ്, ഉമ്മ ഒടുക്കത്തെ എക്സ്പ്രഷൻ. നമുക്കൊന്നും ഒന്നുമില്ല. ഞങ്ങൾ കൂടാണ്ട് കഴിക്കാനുണ്ട്. ഇതെവിടെ കഴിക്കാൻ പറ്റുമോ? എന്തൊരു എക്സ്പ്രഷൻ. ഇതിന് പുളി കഴിച്ചാണ്ടാവില്ലല്ലോ എങ്ങനെ എക്സ്പ്രഷൻ. ഫൈനലി ഞാൻ ഇത് മുടി വെട്ടാൻ പോയാണ്. വണ്ടി എടുക്കാനില്ല കേട്ടോ, തൊട്ടടുത്ത്. അപ്പോൾ നടന്നു പോവാം. താടി ഇച്ചിരി വളർന്നിട്ടുണ്ട്, അതായത് ചിലമ്പാട്ടിരിക്കണം. പക്ഷെ മുടി അധികം വളർന്നിട്ടൊന്നുമില്ല. പിന്നെ ഇവിടെ നിർബന്ധിക്കണോണ്ട് വെട്ടണമാണ്. പിന്നീട് വരാം.
വെട്ടിയിട്ട് നമുക്ക് വെട്ടിയിട്ട് വന്നിട്ട് നമുക്ക് അഭിപ്രായം ചോദിക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. ഗൈസ് പിന്നെ ഉണ്ടല്ലോ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല. ഗൈസ് ഞാൻ ക്യാമറയുടെ ലെൻസ് ഞാൻ ഒട്ടിച്ചിട്ടാ ക്ലാസ്സിൽ നിന്ന് തന്നെ വഴിക്കാൻ ഒരു കടയിൽ കയറി ഒട്ടിച്ച, കുഴപ്പമില്ല. പിന്നെ ഒരു പ്രധാന കാര്യം ഞാൻ ഓർത്തോർത്ത് വന്നതാണ്, അപ്പോഴാണ് ഓർമ്മ വന്നത്. നമ്മുടെ ഡെയിലി വ്ളോഗ് 10 കംപ്ലീറ്റ് ആയി. ഇന്നത്തെ കൊണ്ട് ഡെയിലി വ്ളോഗ് 10 നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ പറയണം ഇനി ഡെയിലി വ്ളോഗ് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടതെന്ന്, നല്ലതാണോ വേണ്ടതെന്ന് ഈ വീഡിയോയിൽ പറയണം. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഇനി മുമ്പോട്ട് പോകാം. നമ്മളിതേ ഷോപ്പിലെത്തിയിട്ടുണ്ട്. ഇതാണ് സ്ഥലം. അപ്പം ഞാൻ പോയി വെട്ടിയിട്ട് വരാം. തിരക്കൊന്നും ഇല്ലെന്ന് തോന്നുന്നു. നമ്മൾ മുടി വെട്ടി കഴിഞ്ഞപ്പോൾ രാത്രി ആയിട്ടാ. മിക്കവാറും മഴയ്ക്കൊക്കെ ചാൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഉണ്ടല്ലോ, ഞാൻ ഈ ബാക്കിൽ വെട്ടിയിട്ടില്ല. ഇത് കണ്ട, ബാക്കിൽ മുടി വെട്ടിയിട്ടില്ല, ഫ്രണ്ടിൽ നിന്ന് മാത്രമേ കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഉമ്മ എന്താ പറയാൻ പോകുന്നത് അറിയാവോ, വെറുതെ എന്തിനാണ് മുടി വെട്ടുകാരൻ 100 രൂപ കൊണ്ട് കൊടുത്തതാണ്. എനിക്ക് 100 അല്ല 150 പക്ഷെ പറയുമ്പോൾ എന്തിനാണ് വെറുതെ മുടി വെട്ടുകാരൻ 100 രൂപ കൊണ്ടേ കൊടുത്തതെന്ന് പറയും. എന്തു പറയാൻ, പഴയ ചിന്തകൾക്കായ പറഞ്ഞിട്ട് കാര്യമില്ല. വാപ്പാടി ചോദിച്ചാൽ പിന്നെ മിക്കവാറും ഞങ്ങൾ തമ്മിൽ വഴക്കാവും മുടിയുടെ കാര്യത്തിൽ. നോക്കാം എന്താ പറയുക, നോക്കാം. എങ്ങനെയുണ്ട് ഉമ്മ എൻ്റെ ഹെയർ സ്റ്റൈല്? കാര്യം ഞാൻ പറഞ്ഞ പോലെ വെട്ടാനായിട്ട്. എങ്ങനെ പറഞ്ഞ വെട്ടാനായിട്ട്? ഞാൻ പറഞ്ഞ പുറകില് നന്നായിട്ടൊക്കെ എടുക്കാനാ പറഞ്ഞത്. നീ എന്താ നീ കാണിച്ചു വെച്ചോണ്ട്. ഇതാ ഞാൻ പറഞ്ഞു, മുടി വെട്ടാനായിട്ട് എനിക്ക് സ്വാതന്ത്ര്യമില്ല. മുടി വെട്ടുന്ന കാര്യത്തിന് മാത്രം പെണ്ണുങ്ങൾ. അപ്പൊ ഉമ്മാതിനെ മുടി വളർത്തിക്കണം, ഉമ്മക്ക് വെട്ടിക്കളയാൻ പറ്റും. നിങ്ങൾ അതിനെ മുടി വളർത്തണം. സ്ത്രീകൾക്ക് മുടി ഉള്ളതല്ലേ, അയ്യേ അങ്ങനെ ആരും എഴുതി വെച്ചിട്ടൊന്നുമില്ല. എഴുതി വെച്ചിട്ടുണ്ടോന്ന് നീയാണ് മറ്റേ ഡയലോഗ് പഠിച്ചു തരാ, 100 രൂപയുടെ ആൾക്ക് 100 രൂപ അതിനെ വെറുതെ കൊടുത്തു. അത് കാരണം ഈ മുടി വെട്ടാത്തത്, വെറുതെ 100 രൂപ കൊടുക്കണതിന്. മുടി വെട്ടാണ്ടിരുന്നാലും പ്രശ്നം, വെട്ടിയാലും പ്രശ്നം. ഇതാണ് ഈ മുടി വെട്ടാത്തത്. ഇതിനേക്കാളും കഷ്ടമായിരിക്കും വാപ്പാടി ചോദിച്ചാല് മഴക്കാവ് ഇങ്ങനെ തോന്നി. ഇതിനെന്താമോ കുഴപ്പം? ഇങ്ങനെയാണ് എല്ലാരും മുടി വെട്ടിക്കൊണ്ട് പുറകെ എന്താണ് കാണിച്ചു വെച്ചേക്കുന്നത്? പുറകെ മുടിയല്ലേ, മുടി വളർന്നു സാരില്ല. എങ്ങനെയുണ്ട് നോക്കണ്ട വളർത്തിട്ട്. അതായത് വളർത്തിട്ട് കൊള്ളിയിലങ്ങിയാൻ വെട്ടിക്കളെ കുറച്ചുകൂടി കഴിയട്ടാ. റബ്ബറിട്ട് കെട്ടാൻ സമ്മതിക്കൂല. അതാരില്ല, ഇവിടെ അഴിച്ചിട്ട് നടന്നാ പോരെ. ഞാൻ ഇങ്ങനെ പുറകെ ഇങ്ങനെ കെട്ടിയേക്കുന്ന സംഭവമില്ലേ, അത് ചെയ്യാനുള്ള പ്ലാനുണ്ട്. അത് ഇവിടെ കെട്ടാണ്ടതാ പോരെ, എനിക്ക് പുറത്ത് പോകുമ്പോ കെട്ടിക്കോളാം. എന്നെ വന്ന് വഴക്കിട്ടിട്ടിരിക്കുന്നു കടയിൽ വന്നിട്ട്. എന്തിന്? ഞാനാണ് വെട്ടിക്കാത്തെന്ന് പറഞ്ഞിട്ട്. അയ്യോ, രണ്ടുപേരും കൂടെ ചെവി നിന്നോണ്ടിരിക്കാനാണ്. ഞാനാ വെട്ടിക്കലെന്ന് പറഞ്ഞു. ചെവി തിന്നതല്ല, പറയണ പോലെ അങ്ങ് ചെയ്യുന്നു നിങ്ങള്. ഓക്കെ സാരി. അപ്പൊ തൽക്കാലം ഇന്നത്തേക്ക് ഇത്രയൊക്കെ മതി. ഇനി പറഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ നമ്മളെ വീഡിയോ ഇന്നത്തെ ചെറിയ വ്ളോഗ് ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.